ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ വളരെ വിവാദമായി. അവിടെ അദ്ദേഹം തന്നെ 485 പേരെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വിവാദമായി. അതിൻ്റെ അന്വേഷണം തുടങ്ങി എന്ന് തോന്നുന്നു. എങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഞാൻ ആ അന്വേഷണത്തിൽ കാണുന്നില്ല. പക്ഷെ ഇവിടെ നമുക്കറിയേണ്ടത് ഈ ധർമ്മസ്ഥല ക്ഷേത്രം അതൊരു ഹിന്ദു ക്ഷേത്രമല്ല, അത് ജൈന ക്ഷേത്രമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്, അവിടെ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജൈനന്മാരുടെ ക്ഷേത്രമാണ്. 800 വർഷം പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിന്. ആ ക്ഷേത്രത്തെ ഒരു കുടുംബത്തിൻ്റെ വകയാണ്, ജൈന മതത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ വകയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ എന്നയാളാണ് ആ ക്ഷേത്രത്തിൻ്റെ അധിപൻ. അത് പ്രൈവറ്റ് ക്ഷേത്രം തന്നെയാണ്. നമ്മൾ മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളെ പോലെയാണ് അവിടുത്തെ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് തോന്നാം. അല്ല, അത് ഒരു വ്യക്തിയുടെ പാരമ്പര്യമായിട്ട് വന്ന ഒരു ജൈന ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു വലിയ പ്രതിഷ്ഠയുണ്ട്. അത് 39 അടി ഉയരത്തിലൊരു സ്റ്റാച്ചു. ബാഹുബലി എന്നാണ് അവർ പറയുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. നോൺ വയലൻസും യൂണിവേഴ്സൽ ബ്രദർഹുഡും ഒക്കെ അതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന ഒരു 39 അടി ഉയരത്തിലുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ പ്രതിഷ്ഠ നമുക്ക് അവിടെ അതിൻ്റെ കോമ്പൗണ്ടിൽ കയറുമ്പം തന്നെ കാണാം. ഇത് അവരുടെ ജൈന മതത്തിലെ സ്ഥാപകനാണ് എന്നവർ വിശ്വസിക്കുന്ന ആളിൻ്റെ കല്ലുകൊണ്ടുള്ള പ്രതിമയാണിത്. ജൈനമതം അല്ലെങ്കിൽ ഈ ക്ഷേത്രം ഈ വിശ്വാസികൾ സ്ഥാപിച്ചിട്ട് 800 വർഷമായി. അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മറ്റുള്ളവർ ആർക്കും അവിടെ അധികാരമില്ല. ജൈനന്മാർക്ക് മാത്രം, ആ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് മാത്രമേ അവിടെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ പങ്കുള്ളൂ. ലോർഡ് ശിവ അല്ലെങ്കിൽ ശിവനാണ് അവിടെ ഈ മഞ്ജുനാഥ് എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. അവിടെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠയും അമ്പലവും ശിവൻ്റെ തന്നെയാണെങ്കിലും അതിൻ്റെ ചുറ്റുവട്ടം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ചെറിയ ചെറിയ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഏറ്റവും ശക്തമായ ശിവനാണ് അവിടുത്തെ മൂർത്തി. ആ ശിവൻ്റെ വിഗ്രഹം കാണാൻ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വലിയൊരു മുറിയിലെ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ നമുക്കൊക്കെ ഭക്തി തോന്നും. അവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കിൻ്റെ പ്രഭ ആ വിഗ്രഹത്തെ തട്ടി അതെപ്പോഴും ശോഭിച്ചുകൊണ്ടേയിരിക്കും. അവിടെ തൊഴാനാണ് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ ഈ ജൈന ക്ഷേത്രത്തിൽ വരുന്നത്. ആ ജൈന ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അധിപൻ ഏകദേശം 77-78 വയസ്സുള്ള ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ എന്നയാളെ കഴിഞ്ഞ ദിവസം രാജ്യസഭ മെമ്പറാക്കി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ആ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ അകത്തെ സംവിധാനങ്ങളെല്ലാം ആ കുടുംബം നടത്തുന്നതാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ആരെയും കൊല്ലാനോ പിടിക്കാനോ ഒന്നും നടക്കില്ല. അതിന് വെളിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അങ്ങോട്ട് വരുന്ന റോഡുകളും അവിടെയൊക്കെ വലിയ ടൗൺഷിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വളരെ വിജനമായ സ്ഥലങ്ങളും ഉണ്ട്. അവിടെയൊക്കെയാണ് ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. ഈ ലോർഡ് ശിവയുടെ ഈ ജൈന ക്ഷേത്രത്തിൻ്റെ അവിടെ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രാവിലെ മുതൽ ആഹാരം ഉണ്ടാവും. അവിടെ രാവിലെ 9 മണിക്ക് അവിടെ പ്രഭാത ഭക്ഷണം, ചോറും സാമ്പാറും അങ്ങനെ ചില വെജിറ്റേറിയൻ കറികളും. അതങ്ങോട്ട് തുടങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണി വരെ ഒരു പന്തിയിൽ 4000 പേർക്കിരിക്കാം. 4 ഏക്കറിൻ്റെ ഒരു പന്തലാണ്. 4000 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം 10,000 പേരെങ്കിലും അവിടെ ഈ ഉച്ചയൂണ് രാവിലെ മുതൽ പ്രഭാത ഭക്ഷണം കഴിക്കും. അവിടെ താമസിക്കാനും സൗകര്യമുണ്ട്. അവിടെ താമസിക്കുന്നവർക്കും അവിടെ രാത്രി അവിടെ തങ്ങുന്നവർക്കും 13 ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടക്കുന്നവർക്കെല്ലാം അവിടെ വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 വരെ ഡിന്നറുണ്ട്. എല്ലാം വെജിറ്റേറിയനാണ്.
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 4-5 ദിവസം താമസിക്കുന്നവർക്കും ഭക്ഷണത്തിന് ഒന്നും വെളിയിൽ പോകണ്ട. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ആ ധർമ്മസ്ഥലയിൽ ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, പല ചെറിയ ദൈവങ്ങളും അവിടെയുണ്ട്. ഏറ്റവും ശക്തിമാനായ ശിവൻ്റെ ആണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ദൈവങ്ങളുണ്ട്. 13 നമ്പറുള്ള ഒരു ക്ഷേത്രമാണ് ശിവൻ്റെ ക്ഷേത്രം. 13ൻ്റെ പ്രാധാന്യം പലർക്കറിയാം. അത് ശിവൻ്റെ നമ്പരാണ് 13. അപ്പോൾ 13ാമത്തെ അമ്പലത്തിലാണ് ശിവൻ്റെ പ്രതിഷ്ഠ ഉള്ളത്. ഈ ശൈവനിസത്തിൻ്റെ ത്രിമൂർത്തികൾ അവിടെയുണ്ട്, ശിവ, ബ്രഹ്മ, വിഷ്ണു. അത് ജൈനമതത്തിൻ്റെ തുടക്കം മുതലേ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് BC 6-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിലാണ് ജൈനമതം ഇന്ത്യയിൽ തീർത്ഥങ്കരായിട്ടുള്ള പലരും അതിനകത്ത് പുണ്യപുരുഷന്മാരുണ്ട്. അവരൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ജൈനമതത്തിനും. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ബുദ്ധമതം. വളരെ പ്രബലമായ 2 മതങ്ങളാണ് ഇന്ത്യയിൽ, ജൈനമതവും ബുദ്ധമതവും ഒക്കെ. അത് ലോകത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചരിച്ചു. ജൈനമതവും ബുദ്ധമതവും ഇന്ന് ഏഷ്യയിലെ പല രാജ്യങ്ങളും അവരുടെ മതം അതാണ്. ചൈനയുടെയും അതുപോലെ ജപ്പാൻ്റെയും ബർമ്മ, തായ്ലൻഡ്, അങ്ങനെ പോകുന്നത്, സിലോൺ, ഇവിടെ അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ നമ്മുടെ ഒറീസ, ഇവിടെയൊക്കെ ഇന്ത്യയിലേക്ക് ജൈനമതക്കാരും ബുദ്ധമതക്കാരും ധാരാളം പേരുണ്ട്. അപ്പോൾ ആ പാരമ്പര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന. അതിൻ്റെ നേരത്തെ ധർമ്മസ്ഥലയുടെ നേരത്തെ പേര് കുടുമ എന്നായിരുന്നു. അതൊരു വില്ലേജ്, കുടുമ വില്ലേജിൽപ്പെട്ടതാണ് സ്ഥലത്താണ്. അതിന് ഇപ്പം കുടുമ ക്ഷേത്രം എന്നല്ല ഇപ്പം പറയുന്നത്, ധർമ്മസ്ഥലം തന്നെയാണ് പറയുന്നത്. ശിവൻ്റെ അമ്മയുടെ ദുർഗയുടെ ക്ഷേത്രം അവിടെയുണ്ട്. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു പുരാണത്തിലുള്ള, നമുക്കറിയാം ശിവപുരാണം, ഹോളി പുരാണത്തിലുള്ള ശിവപുരാണം ഒക്കെ, അത് ഈ ശിവൻ്റെ പുരാണത്തിൽ പറയുന്ന അതുപോലെ ഗ്രീക്കിൽ സിയൂസ് ദേവനെ നമുക്കറിയാം. അതേ രീതിയിലൊരു ദേവൻ തന്നെയാണ് ഇവിടെ ശിവൻ്റെ കാര്യം ഈ ജൈനമത ക്ഷേത്രത്തിൽ പറയുന്നത്. കമ്പാരിസൺ ലോകത്തിൻ്റെ ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ വന്ന ഗ്രീക്ക് പുരാണത്തിലുള്ള സിയൂസിൻ്റെ അതേ നിലവാരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ശിവക്ഷേത്രവും എന്ന് പറയുന്നു ഈ ജൈനമതക്കാരുടെ. ഏതായാലും ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ബുദ്ധമതവും ജൈനമതവും വന്നിട്ട് അത് അതിൻ്റെ തീർത്ഥങ്കർ ആയിട്ട് പല പുണ്യ ശ്രേഷ്ഠന്മാർ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നീടാണ് ഹിന്ദുമതം കുറച്ച് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷ്ഠ നമ്മൾ വിചാരിക്കും അത് ഒരു ഹിന്ദു ക്ഷേത്രമാണ്, അല്ല, പ്രൈവറ്റ് ക്ഷേത്രമാണ്. അത് ഈ ജൈനമതക്കാരുടെ ക്ഷേത്രം തന്നെയാണ്. അവിടുത്തെ ആളിപ്പം രാജ്യസഭ മെമ്പറായിട്ടുണ്ട്. അവിടെ ക്ഷേത്രത്തിന് വെളിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നേത്രാവതി പുഴ ഇതിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം. അതൊരു പുണ്യനദിയായിട്ടാണ് കാണുന്നത്. അവിടെയൊക്കെ ഞങ്ങളൊക്കെ പോകുമ്പം ആ പുണ്യനദിയുടെ അതിനോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ പല ആൾക്കാരും ആ നദിയിലെ കോയൻ നാണയത്തുട്ടുകൾ എറിയുന്ന കാണാം. വരുന്നവരെല്ലാം അവിടെ നാണയത്തുട്ട് എറിഞ്ഞു പോകുന്നു. ആ നാണയത്തുട്ട് അവിടുത്തെ കുട്ടികൾ അവിടെ അവർ ഡൈവ് ചെയ്ത് അവർ അന്നേരം അത് എടുത്തു മാറ്റും. അത് അവർക്കൊരു വരുമാനമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിന് വെളിയിലെ ഈ ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് വളരെയധികം ആൾക്കാരുണ്ട്. അവരാണ് ഈ കർമ്മങ്ങൾ, ഈ കുറുകൃത്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനകത്ത് 485 പേരെ കുഴിച്ചിട്ടുണ്ട് ഞാൻ എന്നൊരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. അത് കുറേ നാളുകളായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തി. അദ്ദേഹത്തിന് 2014 വരെ അദ്ദേഹം ശുചീകരണ തൊഴിലാളിയായിരുന്നു. 1985 മുതൽ 2014 വരെ അദ്ദേഹം തന്നെ പല സ്ഥലത്തായിട്ട് 485 പേരെ അവിടെ പല രീതിയിലും കൊലപ്പെടുത്തിയതും റേപ്പ് ചെയ്ത് കൊന്നവരും, പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകളെ, കൊച്ചുകുട്ടികളെ താനെ അവിടെ അമ്പലത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ആ പരിസരത്ത് ഉള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എൻ്റെ സഹകാരികൾ പലരിടത്തും അദ്ദേഹം ഈ വിവരം പറഞ്ഞിട്ടും ആരും നടപടി എടുക്കാത്തതുകൊണ്ട് ബാംഗ്ലൂർ 2 അഡ്വക്കേറ്റ്സ് ചെറുപ്പക്കാരാണ് ഇപ്പോഴിത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അവർ മുന്നിട്ട് നിന്നിട്ടാണ് ഈ കേസ് ഇത്രയും വെളിയിലോട്ട് ആൾക്കാർക്ക് മനസ്സിലായത്. അത് ക്ഷേത്രത്തിനകത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിന് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിന് ക്ഷേത്രത്തുകാരെ നമുക്ക് കുറ്റപ്പെടുത്താനൊക്കില്ല. അവരൊരു പ്രൈവറ്റ് അമ്പലം തന്നെയാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അവിടെ സെക്യൂരിറ്റി, അവിടെ വരുന്ന ഏകദേശം 10,000-15,000 പേർക്ക് ഒരു ദിവസം ആഹാരം കൊടുക്കുകയാണ്.
അതൊക്കെ നമ്മൾ ആലോചിക്കണം. ആ ക്ഷേത്രത്തിലെ വരുമാനം അവരാ ഒരു പാരമ്പര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 800 വർഷം പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ക്ഷേത്രത്തിലെ ഡിവോട്ടീസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന്. ഇത്ര പുരാതന കാലം മുതലേ അവിടെ ആ ധർമ്മസ്ഥലയിലെ അവിടുത്തെ ശിവനെ തൊഴാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. പലരും കൊല്ലപ്പെടുന്നു, പലരും റേപ്പ് ചെയ്യപ്പെടുന്നു, അതൊക്കെ മറ്റു കാര്യങ്ങൾ. അതൊക്കെ ക്ഷേത്രത്തിന് വെളിയിലാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും സെക്യൂരിറ്റിയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചിലപ്പോൾ അവിടെ ആൾക്കാർ വളരെ പ്രായമുള്ളവരൊക്കെ വന്ന് തൊഴാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വീണ് മരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ അതൊരു നാച്ചുറൽ ഒരു സ്വാഭാവികമായ മരണം തന്നെയാണ്. അല്ലാതെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിൽ നടക്കുന്നതാണ് മറ്റ് പല കാര്യങ്ങളും. അതിനെപ്പറ്റി ക്ഷേത്രക്കാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.